എന്തുകൊണ്ട് കിച്ചു നീ കാണിക്കുന്നത്? വണ്ടി വാഷ് ചെയ്യുന്ന പോലെയാണോ തുണി കഴുകുന്നത്? മണ്ട மேடம் நீங்க சும்மா கவலைப்பட வேண்டாம். நான் இந்த துணியெல்லாம் எந்த ஸ்டைல்ல துவைச்சு போடுறேன்னு நீங்க பார்க்க வேண்டாம். எவ்வளவு சுமாராயிட்டு நான் இந்த துணியெல்லாம் துவைச்சு போடுறேன்னு மட்டும் பாருங்க. மேடம் இதுதான் 10 ரூபாய் மாத்திரமுள்ள ஒமிவோட லிக்விட் டிட்டர்ஜென்ட். ஆக்சுவலி இதுக்குள்ள பெரிய ஸ்பெஷாலிட்டி வந்து இதுக்குள்ள அட்வான்ஸ்டு கலர் சேஃப் டெக்னாலஜி தான் ஒமிவோ கொடுத்திருக்கு. அதாவது உங்களோட ட்ரெஸ்ஸில் இருந்து யாதொரு ரீதியிலும் கலருக்கு டேமேஜ் ஆகாது. ஆனாலும் ட்ரெஸ்ஸில் உள்ள அழுக்கு மொத்தமாயே ஒன்று துவைக்கும் போது போயிடும். வாங்கம்மா வந்து பாருங்களேன், நல்ல பியூட்டிஃபுல்லான அழகான பனித்துளி மாதிரியே தான் நம்ம ஃபோம் எல்லாமே തുണി മേലെ ആകുത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് 2 ബ്രഷിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തുണിയിലുള്ള അഴുക്കെല്ലാമേ സൂപ്പറായിട്ട് പോയിടും. മേഡം ഒമിവോഡ് ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് വാഷിംഗ് മെഷീനിലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതായത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണെങ്കിലും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണെങ്കിലും എല്ലാത്തിനും ഇത് കമ്പാറ്റബിൾ ആണ്. അതുപോലെ നിങ്ങൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് നല്ല എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ ഒമിവോയുടെ കാര്യത്തിൽ നല്ല പ്രീമിയം പ്രോഡക്റ്റ് ആണ്, നല്ല എക്കണോമിക് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. മേഡം എന്നോട് കയ്യിൽ ഒമിവോയുടെ വെറും 2 രൂപ മാത്രമുള്ള ലിക്വിഡ് ഹാൻഡ് വാഷ് ഇருக்கு. അതുപോലെ വെറും 10 രൂപ മാത്രമുള്ള ലിക്വിഡ് ഡിറ്റർജന്റ് இருக்கு. வெறும் 10 ரூபா மாத்திரமுள்ள டாய்லெட் கிளீனர் இருக்கு. ஆக்சுவலி இதுல இருந்து ஏது ப்ராடக்ட் ஆயிருந்தாலும் நீங்க மினிமம் ஒரு 100 ரூபாய்க்கு பர்ச்சேஸ் பண்ணனாலே இந்த மாதிரி ஒமிவோட 10 லக்கி கூப்பன்ஸ் நான் உங்களுக்கு கொடுத்துட்டு போவேன். இதுல இருந்து செலக்ட் ஆகுற பாகிசாலிக்கு டெய்லி 1 ഗ്രാം ഗോൾഡ് കോയിനും വീക്ക്ലി 1 പവന്റെ ഗോൾഡുമാണ് ഫ്രീ ആയിട്ട് കിടക്കാൻ പോകുന്നത്. ഇതാണ് ഒമിവോയുടെ വെബ്സൈറ്റ്. ഈ കാണുന്ന വാട്സ്ആപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒമിവോയുടെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിന്നി 24 ക്യാരറ്റ് ഗോൾഡ് കോയിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം കൂപ്പൺ കോഡ് എൻട്രി ചെയ്യാനായിട്ട്.